മെക്സിക്കോ കത്തിവെച്ചു, ഗ്വാനാജുവാറ്റോ തട്ടിമാറ്റി. നമുക്കറിയാം, തെക്കൻ വടക്കേ അമേരിക്കയിലെ രാജ്യവും ലാറ്റിൻ അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ രാജ്യവുമാണ് മെക്സിക്കോ. ഒരു വശത്ത് ഭൂവുടമകളുടെയും നിക്ഷേപകരുടെയും ഒരു ഉന്നത വിഭാഗമാണ് എങ്കിൽ മറുവശത്ത് ഗ്രാമീണ നഗര ദരിദ്രജന വിഭാഗമാണ്. എന്നാൽ ഇവയുടെ ഇടയിൽ പരിമിതമായ മധ്യവർഗവുമുണ്ട്. ഒരു വികസ്വര രാജ്യമെന്ന നിലയിൽ അത് നേരിടുന്ന വെല്ലുവിളികൾക്കിടയിലും ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളിൽ ഒന്നാണ് മെക്സിക്കോ. സാമൂഹികമായും ശാരീരികമായും വൈവിധ്യമാർന്ന 30-ന് മുകളിൽ സംസ്ഥാനങ്ങളും ഫെഡറൽ ഡിസ്ട്രിക്റ്റും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് മെക്സിക്കോ. മെക്സിക്കോയിലെ ഒരു സംസ്ഥാനമാണ് ഗ്വാനാജുവാറ്റോ. എന്നാൽ മെക്സിക്കോയുടെ പരിഷ്കാര നയങ്ങളെ എതിർക്കുകയാണ് ഈ സംസ്ഥാനം. മെക്സിക്കോയിൽ മിക്ക സംസ്ഥാനങ്ങളും ഗർഭചിത്രം നിയമവിധേയമാക്കുന്നതിലേക്ക് നീങ്ങുന്ന സമയത്ത് ജീവൻ സംരക്ഷിക്കുവാൻ അടിയുറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണിവർ. ഭ്രൂണഹത്യ കുറ്റകൃത്യമല്ലാതാക്കാനുള്ള ബിൽ പ്രാദേശിക കോൺഗ്രസ് നിരസിക്കുകയായിരുന്നു. ജീവൻ സംരക്ഷിക്കുവാൻ ഇടപെടൽ നടത്തിയ ഭരണകർത്താക്കളെ കത്തോലിക്ക സഭയും പൊതുസമൂഹവും അഭിനന്ദിച്ചു. രാജ്യത്തെ ഏറ്റവും യാഥാസ്ഥിതിക സംസ്ഥാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഗ്വാനാജുവാറ്റോ ജീവന് വേണ്ടി ശക്തമായി നിലകൊള്ളുകയായിരുന്നു. മെയ് 29-ന് നടന്ന ആദ്യ വോട്ടെടുപ്പ് സമനിലയിലാണ് അവസാനിച്ചത്. അനുകൂലിച്ചും എതിർത്തും 18 വോട്ടുകൾ രേഖപ്പെടുത്തി. പ്രാദേശിക ഭരണഘടനയിലും പീനൽ കോഡിലും പരിഷ്കാരങ്ങൾ ഉൾപ്പെട്ട വിധി ജൂൺ 5-ന് വീണ്ടും ചർച്ച ചെയ്തു. അന്ന് ഗ്വാനാജുവാറ്റോ സ്റ്റേറ്റ് കോൺഗ്രസ് 12 ആഴ്ച വരെ ഗർഭചിത്രം കുറ്റകൃത്യമല്ലാതാക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ വോട്ട് ചെയ്തു. 19 പേർ എതിർത്തും 17 പേർ അനുകൂലമായും വോട്ട് ചെയ്തു. തുടർന്ന് ഭ്രൂണഹത്യയ്ക്ക് അനുമതി നൽകുന്ന ബിൽ സർക്കാർ തള്ളുകയായിരുന്നു. ഏകദേശം 1.5 ആഴ്ച മുമ്പ് ഭ്രൂണഹത്യയെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഗ്രീൻ ഇക്കോളജിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോയുടെ പ്രതിനിധി ലൂസ് ഇറ്റ്സെൽ മെൻഡോ ഗൊൺസാലസിന്റെ നിലപാട് മാറ്റത്തെ തുടർന്നാണ് ബിൽ പരാജയപ്പെട്ടത്. മെക്സിക്കോയിലെ 32 സംസ്ഥാനങ്ങളിൽ 23 ഭ്രൂണഹത്യയ്ക്ക് അനുവാദം നൽകുന്ന പരിഷ്കാരങ്ങൾ അംഗീകരിച്ചിരുന്നു. 2024 ഒക്ടോബറിൽ ക്ലോഡിയ ഷെയ്ൻബോം അധികാരമേറ്റതിന് ശേഷം 11 സംസ്ഥാനങ്ങളിലാണ് ഭ്രൂണഹത്യയ്ക്ക് അനുമതി നൽകിയത്. കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമായ മെക്സിക്കോയിൽ ഭ്രൂണഹത്യ അനുകൂല നയങ്ങൾക്കെതിരെ വിമർശനവുമായി കത്തോലിക്ക സഭ നേരത്തെ തന്നെ രംഗത്തുണ്ട്.